ഈ മന്ത്രി KB ഗണേഷ് കുമാർ അഴിമതിക്കാരനല്ല. അത് ഏവർക്കും കൃത്യമായിട്ട് അറിയാം. കാരണം പണം കണ്ട് വളർന്നു വന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ്. തുടക്കം ഒരു സിനിമാക്കാരനായിരുന്നു. എന്നാൽ മുഴുവൻ സമയം സിനിമാക്കാരനായിട്ട് നിന്നില്ല. പിന്നീട് തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു. പക്ഷെ പൊതുരംഗത്ത് നല്ല പ്രകടനമായിരുന്നു. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ KSRTCയെ അല്പം ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഗണേഷ് കുമാറിന് സാധിച്ചു. പക്ഷെ തൻ്റെ ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അത് കട്ടപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. നമുക്കറിയാം, ഈ കുടുംബ ബന്ധത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു തുടർക്കഥ പോലെയാണ്. അത് ഗണേശൻ്റെ കാര്യമാകുമ്പോൾ എല്ലാവരും അത് ഗണേശല്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും എന്നാണ്. ഇങ്ങനെയൊക്കെ ഇമേജ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഗണേഷ് കുമാർ ഇപ്പോൾ കഴിഞ്ഞ 5 തവണയായിട്ട് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു വരികയാണ്. ഇനി വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അത് LDFന് ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കുമോ എന്നാണ് അറിയേണ്ടത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാവിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് LDF. ആ LDFന് CPMന് ഇനിയിപ്പം അത്തരത്തിൽ നിലവിളിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. വിജയനാഥ് പറഞ്ഞ വിലയിരുത്തൽ ഏകദേശം ശരിയാണ്. പക്ഷേ അതിലിപ്പോൾ ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് അഴിമതിക്കാരൻ എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ വലിയൊരു അഴിമതി കേസ് അവിടെ പത്തനാപുരത്ത്, അദ്ദേഹം അവിടുത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റാണല്ലോ NSSൻ്റെ. അതെ. അവിടെ ഈ പത്മ കഫേയുടെ നിർമ്മാണം, അതിൻ്റെ ചെലവ് വഹിക്കലും ചുമതലയും ഒക്കെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എന്ന നിലയിൽ ഗണേഷ് കുമാറിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അത് വമ്പിച്ച അഴിമതി ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. അതായത് 4 കോടി രൂപയുടെയാണ് ബജറ്റ്. അതിൽ 50 ലക്ഷം രൂപ ഗണേഷ് കുമാർ വീക്കി എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം ഉന്നയിച്ചത് NSS യൂണിയനിൽപ്പെട്ട ആ താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയാണ് ആരോപണം. കണക്ക് നോക്കുന്ന അങ്ങേരാണല്ലോ, അദ്ദേഹമാണ്. അതിൻ്റെ ഫലമായിട്ട് വേണു എന്ന് പറയുന്ന ഒരാളിനെ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലിട്ട് അടിച്ചു. കുറേ പേര് ചേർന്നങ്ങ് അടിച്ചത് മുഴുവൻ ഈ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ ആൾക്കാരാണ് അടിച്ച ആൾക്കാർ. അപ്പോൾ ഇതിൽ മടിയില്ലാത്ത ആൾ ബാലകൃഷ്ണയുടെ മകനായ ഗണേഷ് കുമാർ തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്ന ആരോപണവുമായിട്ട് വമ്പിച്ച പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ പട്ടാഴിയിലും അതുപോലെ പത്തനംതിട്ടയിൽ ആഗമനവും. അപ്പോൾ ഒരുപക്ഷെ അഴിമതി മന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ ഇതുവരെ ഒരു ആരോപണവും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, ശരിയാണ്. പക്ഷേ ഈ NSS യൂണിയനെ ഒരു വഹിക്കാൻ അവിടെ നോക്കി 50 ലക്ഷം രൂപയുടെ ഒരു വെട്ടിപ്പ് അവിടെ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ചിലവുകളൊക്കെ ഒഴിവുള്ളൂ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഓരോ തുക കൊടുക്കാൻ വേണ്ടി നടത്തിയ വെട്ടിപ്പായിരിക്കാം. അത് NSSനിട്ട് തന്നെ പണിതു എന്നുള്ളത്. ഇപ്പോൾ പരാതിയൊക്കെ സുകുമാരൻ നായരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. വലിയൊരു ബേണിംഗ് ഇഷ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. അതിന് പുറമെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയുന്നത്, ദുരന്തങ്ങൾ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ജാഥയായിട്ട് ഘോഷയാത്രയായിട്ട് വരുമെന്ന് പറയുന്ന പോലെ കുടുംബത്തിനകത്തെ പ്രശ്നം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു, നിങ്ങളിനി നാളത്തെ യോഗത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണ്ട, ഇങ്ങനെയൊക്കെയാണ് വലിയ പ്രശ്നമാണുള്ളത്. പരാതിയായിട്ട് ഭാര്യ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയുടെ കയ്യിലാണ്. പരാതി എഴുതി കൊടുത്താൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരുമെന്ന് DGP പറഞ്ഞു. അങ്ങനെ ഒതുക്കാനൊന്നും പറ്റില്ല എന്ന് DGP രേവത ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി ആകെ ദേഷ്യത്തിലായി കലിപ്പിലായിട്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണ്ട, ഞങ്ങളൊരു തീരുമാനം എടുത്തോളാം. ഒരു തീരുമാനം എടുക്കാനില്ല, അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക, പത്തനാപുരത്ത് സീറ്റ് നിഷേധിക്കുക, ഇതേ LDFന് എടുക്കാൻ പറ്റും. അത് ഒരു ഗത്യന്തരത്തിൽ ഇയാൾ സമർത്ഥമായിട്ടൊരു കളി കളിച്ചു. ആൾ മിടുക്കനാണല്ലോ. ഭാര്യയെ വിളിച്ചു, രാത്രി വൈകി ഭാര്യയെ വിളിച്ചിട്ട് എല്ലാം കോംപ്രമൈസ് ആക്കി. എൻ്റെ കണ്ടീഷനൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ഭാര്യയോട് പറഞ്ഞത്, നീ ആ പരാതി പോലീസിന് കൊടുക്കരുത്. അവർ സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അങ്ങനെ സമർത്ഥമായിട്ട് അദ്ദേഹം അത് പരിഹരിച്ചു. പക്ഷേ പ്രതിഷേധം നടത്തുകയാണ് BJPയും അതുപോലെ കോൺഗ്രസും എല്ലാം പത്തനാപുരത്തും. ഈ പ്രതിഷേധം ഇനി കണക്കും. കാരണം എന്താണ്, തെരഞ്ഞെടുപ്പിന് അത് വിജയനാഥിൻ്റെ അഭിപ്രായം എന്തോ, തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ കോൺഗ്രസ് വിട്ടുപോകും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം തീർന്നെങ്കിലും അത് പക്ഷെ ഇവരുടെ വാ മൂടി കെട്ടാനായിട്ട് പിന്നെ രണ്ട് ഭാഗത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് പിന്നെ ശക്തമാക്കി കൊണ്ടുവരാൻ കഴിയുന്നത് BJPക്കാണ്. അതെ.
കാരണം കോൺഗ്രസ്സുകാർക്ക് പറയാൻ ഒരു യോഗ്യതയില്ല. രാഹുൽ അവിടെ കിടക്കുന്നു. രാഹുൽ മാങ്കൂട്ടമുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, എം വിൻസെന്റ് ഉണ്ട്. അത് ഈ എം വിൻസെന്റിന്റെ കാരണം കൊണ്ട് തന്നെയാണല്ലോ രാജിവെക്കാത്തത് കൊണ്ടാണല്ലോ എൽദോസും രാജിവെക്കാത്തത്. ഇത് തന്നെയാണല്ലോ മാങ്കൂട്ടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തും ഉണ്ട്, മുകേഷും ഉണ്ട്, ഗണേഷും ഉണ്ട്. അപ്പൊ ഇതൊരു തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം പോലെയാണ് ഇപ്പൊ കാണുന്നത്. അവിടുന്ന് ഒരെണ്ണം ഉയർത്തിക്കാട്ടുമ്പോൾ ഇവിടുന്ന് വേറൊരു അത് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിലും ഗംഭീരമായിട്ടുള്ള ഒരെണ്ണം ഉയർത്തിക്കാട്ടും. ഇപ്പൊ മുകേഷ് രാജിവെക്കുന്നൊക്കെ നമ്മൾ കരുതിയില്ലേ? അതെ, കൊല്ലത്തുകാർ ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ ഒന്ന് രാജിവെച്ചിരുന്നുവെങ്കിൽ. കാരണം കൊല്ലത്തുകാർക്ക് വേണ്ട ആ സാധനത്തെ, അത്ര സഹികെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ആ പരിഗണനാ പട്ടികയിലൊന്നും ഇല്ലല്ലോ. ഇല്ല. CPM തന്നെ അടിത്തറ കുളം തോണ്ടി മുകേഷ്. പിന്നെ പക്ഷെ ഗണേഷിന്റെ കാര്യം നേരെ തിരിച്ചാണ്. ഗണേഷ് ഈ 5 തവണയാണ് ഇപ്പോൾ അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നത് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്. 5 തവണ എന്ന് പറഞ്ഞാൽ 25 വർഷം. 5 തവണ കേരളത്തിൽ ജയിച്ചിട്ടുള്ളതൊക്കെ വളരെ അപൂർവമാണ്. ഇപ്പൊ കോവൂർ കുഞ്ഞുമോനുണ്ട്. പണ്ട് റാന്നിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു, രാജു അബ്രഹാം, CPM-ന്റെ MLA. രാജു അബ്രഹാമിനെ അവിടെ റാന്നിയിൽ അറിയപ്പെടുന്നത് തന്നെ റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ വിശേഷണം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. CPM-ലെ കോൺഗ്രസ്സുകാരൻ ദേവസ്വം ബോർഡിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇപ്പൊ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. അവിടെ ആ സീറ്റ് പിന്നെ കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തല്ലോ. അങ്ങനെ പ്രമോദ് നാരായണനാണ് അവിടെ നിന്ന് ജയിച്ചു വന്നത്. പിന്നെ ഈ രാജു അബ്രഹാം VS പക്ഷക്കാരനായിരുന്നു. അതുകൊണ്ടാണ് 2016 മന്ത്രിസ്ഥാനവും കൊടുക്കാതെ ഒതുക്കി നിർത്തി എന്നുള്ളതാണ്. അന്ന് പ്രതീക്ഷിച്ചത് റാന്നിക്കാർ മുഴുവൻ ഒരു മന്ത്രിയെ കിട്ടുമെന്ന്. കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഗണേഷിന്റെ കാര്യത്തിനകത്ത് ഗണേഷിന് ഇങ്ങനെയൊക്കെയുള്ള ചില ഫേസ് ഉണ്ടെങ്കിലും ഈ പത്തനാപുരം നന്നായിട്ടങ്ങ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് കാര്യങ്ങൾ. പണ്ട് ഈ പത്തനാപുരത്തെ പറ്റി എല്ലാവരും പറയുന്നത് കാട്ടുപത്തനാപുരം എന്നൊരു വിശേഷണമുണ്ട്. ഇന്ന് അവിടുത്തുകാർ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ തല്ലും. കാരണം ഒരുപാടൊക്കെ മാറിപ്പോയി പത്തനാപുരം. വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായി. അവിടെ KSRTC ഡിപ്പോ വന്നു. പിന്നെ നാനാ വഴികളിലേക്കും ബസ്. നല്ലൊരു ഗുസ്തിക്കാരനെ പോലെ പത്തനംതിട്ട എങ്ങനെ പിടിച്ചിട്ടാലും പുള്ളി മലർന്നേ വീഴും. അല്ല, മലർത്താൻ പറ്റത്തില്ല പുള്ളിയെ. മലർത്താൻ പറ്റില്ല. കാരണം എങ്ങനെ വേണമെങ്കിലും കമിഴ്ന്ന് വീഴുന്ന ടൈപ്പാണ്. അപ്പൊ ഏത് പാർട്ടി വന്നാലും അവിടെ നിന്ന് ജയിച്ചു കയറും. ഇപ്പൊ കൊട്ടാരക്കര എന്തായിരുന്നു ബാലകൃഷ്ണപിള്ള അവസാന നിമിഷം പരാജയം കൊട്ടറ ഗോപാലകൃഷ്ണൻ ഒരു പരാജയം ഏറ്റുവാങ്ങി. അപൂർവമായിട്ടൊക്കെ മാത്രം പരാജയം ഏറ്റുവാങ്ങി. പക്ഷെ കൊട്ടാരക്കരയാക്കിയതിൽ നല്ല പങ്കാർക്കുണ്ട്, ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ട്. ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ബാലകൃഷ്ണപിള്ള KSRTC-യുടെ ഒരു ഡിപ്പോ ഗംഭീരമായി നടക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങ് മോസ്കോയിലേക്ക് വരെ ബസ്സുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കി. എവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ കൊട്ടാരക്കര ബസ് ഉണ്ടെന്നുള്ളതാണ്. കൊട്ടാരക്കരയോളം വലിയ വിസ്തൃതിയായിട്ട് ബസ് സ്റ്റാൻഡ് വേറെ എവിടെയുണ്ട്. നമ്മൾ ഈ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കൊട്ടാരക്കര ഗണപതി അമ്പലവും പിന്നെ പിന്നെ ബാലകൃഷ്ണപിള്ളയുമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഈ അതുകൊണ്ട് എനിക്ക് പത്തനാപുരത്തില് പരാജയപ്പെടുത്താൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷെ ചാമക്കാല അവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്കാണ് ഇത്തവണ സീറ്റ് കോൺഗ്രസിലെ. ചാമക്കാലെ പരാജയപ്പെടുത്തുമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഗണേഷിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 14,336 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ട് ഗണേഷിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഏത് മന്ത്രിസഭയിലും ഗണേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം സരിത നായരുടെ സോളാർ ആ വിഷയമൊക്കെ അതിലും ഇയാൾ പങ്കാളി എല്ലാ കാര്യവും. അത് ആ വിഷയം അത് സമീപ സമയത്തും ഉമ്മൻചാണ്ടിയെ വീണ്ടും വലിച്ചഴച്ചു. ഉമ്മൻചാണ്ടിക്ക് നമുക്കിപ്പോൾ ഇതിലെ ഫോക്കസ് ചെയ്താൽ ഇയാളുടെ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇയാൾ ഭാര്യയുമായിട്ട് കോംപ്രമൈസായി. പക്ഷേ ഇത് തീരുമോ? ഇത് കുടുംബ പ്രശ്നത്തിന് അപ്പുറം സദാചാര പ്രശ്നമായിട്ട് പബ്ലിക് ഡൊമൈനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങളിങ്ങനെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവും നടത്തിയ സ്ഥിതിക്ക് ഗണേഷ് കുമാറിനെ നിങ്ങൾ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള വൻ തെറ്റല്ലേ? ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ
ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. പറഞ്ഞ പരാതികളിൽ തന്നെ ചിലത് വളരെ 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 ഗുരുതരമാണ്. കാര്യങ്ങൾ- ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നല്ല കളി കളിക്കുന്നുണ്ട്. അവരാണല്ലോ ഷെറീനെ ജയിലിൽ നിന്ന് ഭാസ്കരക്കാരനുള്ള കേസിലെ ഇതുപോലെ ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ ഈ സ്ത്രീയുടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ കയ്യിൽ കയറി പിടിച്ചു. അവൻ ആരാധന അധികാരം കൊടുത്തത്. അതുപോലെ തന്നെ വേറൊരാൾ ഇവളെ മനോജൻ എന്ന് പറയുന്ന ആൾ കതക് വലിച്ചടിച്ച് മുറിയിലിട്ട് പൂട്ടി. ഇവൻ ആരാധികാരം കൊടുത്തത്. അതേസമയം ഈ അധികാരമുള്ള പോലീസ് അകമ്പടി സേവിച്ച് അവരോട് പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ഇനി നമ്മുടെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രീലേഖ ഇവരുടെ ബന്ധുവാണ്. അപ്പോൾ ബന്ധുവാണെന്ന് വിചാരിച്ച് ഇവരോട് പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 112 നമ്മുടെ എമർജൻസി നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിക്കൂ. അത് വിളിച്ചു. പിങ്ക് പോലീസ് അവിടെ വന്നു. പിങ്ക് പോലീസ് എന്ന് കേരളത്തിന് യാതൊരു ഉപയോഗവും ഇല്ലാത്തൊരു പോലീസ്. ചുമ്മാ കുറേ വനിതാ പോലീസുമാർ കേരളം മുഴുവൻ കറങ്ങി. ഇന്ന് വരെ അവരെ കൊണ്ട് നാട്ടുകാർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അവർ വന്നിക്കും, മൊബൈൽ കളിക്കും, തമാശ പറയും, പോവും. അങ്ങനെ കുറേ പോലീസുകാരുണ്ട്, സംഘങ്ങളുണ്ട് ഇങ്ങനെ നടക്കുന്നത്. വെറുതെ നടക്കും, ചായ കുടിക്കുകയും കടി നടന്നത്. പക്ഷേ ആൺ പോലീസ് സംഘമുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അവർ വന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനാണോ ഇങ്ങനെ എന്ത് വനിതയ്ക്ക് എന്ത് സുരക്ഷയാണ് കേരളത്തിൽ കിട്ടുന്നത്? എന്നിട്ട് ഇയാൾ പറഞ്ഞു ഇവൾക്ക് പാരനോയിയാണ്. നീ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയാമോ? അയാൾക്കാണ് പാരനോയിയ. ഈ ഭാര്യ ഫോണിൽ വിളിക്കുന്ന ഓരോ നമ്പറും ഇയാൾ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് പറയും, ഇയാളുമായിട്ട് നിനക്ക് ബന്ധമാണ്. തിരിച്ചാണ് സംഭവിച്ചുകൊണ്ട്. ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇത് നമ്മൾ റൂമർ പറയുന്നല്ല. ആ സ്ത്രീ തന്നെ പറഞ്ഞതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഗണേശൻ ഇനിയും MLA ആയിട്ട് മത്സരിക്കാൻ പിണറായി ഇടം കൊടുക്കുമോ? ഇടം കൊടുത്താൽ പിണറായിക്ക് അത് തിരിച്ചടിയാവില്ലേ? അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. LDFനെ പ്രതിസന്ധിയിലാക്കുന്ന. ആദ്യ ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ഭാര്യ, അവിടെയും പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇയാൾ പറയുന്ന വലിയ വിജയിയായിട്ട് 5000 പ്രണയങ്ങൾ എനിക്കുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്ന മനുഷ്യൻ മഹാത്മാഗാന്ധിയെ കൂട്ടുപിടിക്കുന്നു, ജവഹർലാൽ നെഹ്റുവിനെ കൂട്ടുപിടിക്കുന്നു, മാധവിക്കുട്ടിയെ കൂട്ടുപിടി. എൻ്റെ കഥ എഴുതിയ മാധവിക്കുട്ടിയെ, രാജീവ് ഗാന്ധി പ്രേമത്തിലൂടെ അല്ലയോ സോണിയാഗാന്ധിയെ വിവാഹം കഴിച്ചത്. കോൺഗ്രസ്സുകാർ ഇത് സഹിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി പിന്നെ വേറെ ശശി തരൂരിൻ്റെ കാര്യം പുള്ളി ഒന്നും പറഞ്ഞു. ലോകം മുഴുവൻ പ്രണയിനുള്ള ആളാണ് അദ്ദേഹം. മറ്റൊരു ശ്രീകൃഷ്ണനാണ് അദ്ദേഹം. പക്ഷേ ഇദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയാത്തത് വലിയ സംശയം ഉളവാക്കുന്നത്. അത് പേരന്നേരം ഓർക്കാഞ്ഞതായിരിക്കും. അപ്പോൾ ഇയാൾ 5000 പ്രണയികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇയാൾ ശ്രീകൃഷ്ണനെ പഠിക്കുവാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീകൃഷ്ണൻ്റേത് അത് വേറെ വ്യാഖ്യാനങ്ങളുണ്ട് അതിന്. ഇയാളൊരു യോഗീശ്വരനായ കൃഷ്ണനായിട്ട് അങ്ങ് അവതരിപ്പിച്ച വലിയ മിടുക്കാണ്. അതുകൊണ്ട് 19 സ്ത്രീകളെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കേരളീയ സ്ത്രീത്വത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ എന്താണ് കാഴ്ചപ്പാടെന്നുള്ളതും വലിയ പ്രശ്നമാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസ്താവനയല്ലേ അദ്ദേഹം നടത്തിയത്. ഇയാളെ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനാവാൻ പറ്റുമോ? കീഴൂട്ട് കുടുംബത്തിലായതുകൊണ്ട് ശ്രീകൃഷ്ണനാവണമെന്നൊന്നുമില്ല. അത് യോഗീശ്വരനായ ദൈവമാണത്. അദ്ദേഹം അതിൻ്റെ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് നിരാശ്രയരായിട്ട് നിരാലംബരായിട്ടുള്ള സ്ത്രീകളെ കൂടി ചേർത്തോടുകൂടിയാണ് ഭാര്യമാർ 10,000 ആവുന്നത് അല്ലേ? എന്നിട്ട് തന്നെ അദ്ദേഹം പ്രണയിച്ച രാധയെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റിയിട്ടുമില്ല. അദ്ദേഹം അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. കയറി 5000 പ്രണയികളുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യയോട് ഒരു കൂറുമില്ലാത്ത വിശ്വസ്തതയും പുലർത്താത്ത ഒരു ഭർത്താവാണ് താനെന്ന് വിളംബരം ചെയ്യുകയല്ലേ? സ്നേഹമാകാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രേമമെന്ന് പറയുമ്പോഴും പ്രണയമെന്ന് പറയുമ്പോഴും അതിന് വേറെ അർത്ഥങ്ങളല്ലേ? മലയാള അധ്യാപകനും കൂടാണല്ലോ അല്ലേ? അതങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നം, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രശ്നം ഒക്കെ വരുന്നില്ലേ? അങ്ങനെ ഒരാൾ മത്സരിച്ച് ജനപ്രതിനിധിയാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരില്ലേ? എന്താണ് അഭിപ്രായം? യെസ് ഓർ നോ? അപ്പം ഇതിനകത്ത് ഈ വിഷയത്തിലൂടെ പാലക്കാടും പത്തനാപുരവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുമെന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു തീരുമാനമാവേണ്ടി വരും. അത് അവസാന നില നമ്മളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പഠിക്കൽ കൊണ്ടിട്ട് കുടമുടച്ചു എന്ന് പറയുന്നു. LDF ജയിച്ചു കയറും മാതൃഭൂമി സർവേ നടത്തിക്കൊണ്ടിരിക്കുക. LDFന് വീണ്ടും ഭൂരിപക്ഷത്തിലേക്ക് പഠിക്ക കൊണ്ടിട്ട് ഒരു കുടമുടപ്പാണ്. ഇനി വീണ്ടും ഒരു സർവേ കൂടെ നടത്തിയാലേ ഇനി ജനങ്ങളുടെ പ്രതികരണം അറിയാൻ പറ്റുമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.